ഹായ് കൂട്ടുകാരെ, സുഖമാണോ? രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറച്ച് പച്ചക്കറിയും അതിൻ്റെ കുറെ കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. വരും. ഇത് കണ്ടോ, ഇത് വളർന്ന് ഏകദേശം ഇതുവരെയായി. ഇനി ഇതിൽ നിന്ന് വലുതാവണം. ആദ്യം നമ്മൾ ഇളക്കി നട്ടു കൊടുക്കും. ഞാൻ ഇത് മണ്ണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം 2 എണ്ണം ഇതിലോട്ട് ഈ വലുത് നോക്കി ഇളക്കി അതിൽ നട്ടു കൊടുക്കുക. ഇങ്ങനെ നടണം. അപ്പോഴിത് നിന്ന് വലിയ ഒരു മൂടായി. ഒരു മൂട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കറിക്കുള്ളതാവും. അതിലേക്ക് വേണ്ടി ഇപ്പോൾ 2 എണ്ണം അതിലോട്ട് ഇളക്കി നടാം. ഇതുപോലെ കുറേ നട്ട് ഞാൻ കണ്ടോ, വേരൊക്കെ ഓടി തുടങ്ങി നട്ടു. ഇപ്പോൾ 2 എണ്ണം ഇവിടെ അങ്ങ് നട്ടു വെച്ചു. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പോയാലും അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ഞാൻ അന്ന് നട്ട സലാഡ് വെള്ളരി നട്ടിട്ട് 2 ആഴ്ചയായി. കണ്ടോ, പടരാൻ തുടങ്ങി. ഞാൻ 2 മൂടിന് ഇതാ ഇങ്ങനെ പടർത്തി കൊടുത്തു. ബാക്കി ഇനി എങ്ങനെയാണ് ഇത് പടർത്തുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ 2 ആഴ്ച ആകുമ്പോൾ ഇതിനൊക്കെ ഇതുപോലെ ഇങ്ങനെ വള്ളി വരാൻ തുടങ്ങി. വള്ളി ഇതാ വരാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മളിതുപോലെ കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇതിന് കയറ് കെട്ടി മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഒക്കെ കൂടുതലും പ്ലാസ്റ്റിക് കയറിട്ട് കെട്ടരുത്, ഇതുപോലുള്ള കയറ് തന്നെ കെട്ടണം. പ്ലാസ്റ്റിക് കയറായാലും അതിന് ചുറ്റി കയറാൻ പാടായിരിക്കും. ഇതുപോലുള്ള കയറാകുമ്പോൾ ഈ വള്ളിക്ക് ഇത് ചുറ്റി ഇങ്ങനെ കയറാൻ നല്ല എളുപ്പമായിരിക്കും. ഇങ്ങനെ വള്ളി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുത്ത് മേളിൽ ഇതുപോലെ കയറിങ്ങനെയൊക്കെ കെട്ടിയിട്ട് കണ്ട കെട്ടിയിരിക്കുന്നുണ്ട്. ഇതുപോലെ കെട്ടിയിട്ട് മേളിലോട്ട് നമ്മളിങ്ങനെ കെട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലോട്ട് പടർന്ന് അങ്ങ് കയറും. മിച്ചം വേണ്ട കയറിനെ ഇതിലോട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുത്തേ. അപ്പം അത് അതിലോട്ട് പടർന്ന് അങ്ങനെയാണ് കയറിക്കോളും. ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുക. ഈ പൊച്ചക്കയറാണ് ഇതിന് പറ്റി. ഇതുപോലെ പ്ലാസ്റ്റിക് കയർ കെട്ടാതിരിക്കുകയാണ് നല്ലത്. കഴിയണമെങ്കിൽ പൊച്ചക്കയറുണ്ടെങ്കിൽ കെട്ടുന്നുണ്ടോ. ഈ വള്ളിയിൽ ചുറ്റി കൊടുത്ത ഇതാ പടർന്ന് കയറാൻ തുടങ്ങുന്നുണ്ടോ. അതുപോലെ ഇത് പടർന്ന് ഇങ്ങനെ കയറി കൊടുക്കുക. ഇങ്ങനെ പടർന്ന് കയറി അതാണ്. അപ്പോൾ ഈ 2 മൂട് ഇത് കെട്ടിയായിരുന്നു, അതും കെട്ടിയായിരുന്നു. അപ്പോൾ ഇതിനും ഇതാ വള്ളി വന്നു തുടങ്ങി. കണ്ട, അത് ഈ കമ്പിൽ കയറി ചുറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനും ഇതുപോലെ വള്ളി കെട്ടി കൊടുത്താൽ അതും സൗകര്യമായിട്ട് ഇങ്ങനെ ഇതിലോട്ട് പടർന്ന് കയറിക്കൊള്ളും. പടർന്ന് കയറുന്ന അനുസരിച്ച് വീണ്ടും കയർ കെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ മൂട്ടിലൂടെ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുക്കും. ഇതിലേക്ക് കായ വരുമ്പോഴേ പിന്നെ അതിനൊരാട്ടം വന്ന് വള്ളിയൊക്കെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടി പടർത്തി കണ്ട ഇതിനും വള്ളി വരും. ഇതിനെയായിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചുറ്റി ഇതുപോലെ വച്ചു കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ മൂട് ഒന്ന് 2 ആഴ്ചയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ സൂഡോമോണാസ് ചെടികൾക്ക് വരുന്ന ബാക്ടീരിയയൊക്കെ കൊന്നുകളയും. നല്ല പുഷ്ടിയായിട്ട് വളരാൻ പറ്റിയ ഒരു മരുന്നാണിത്, സൂഡോമോണസ്. ഒരു 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കി ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ മൂടിൻ്റെ ശകലം മണ്ണ് ഇങ്ങനെ മാറ്റണം. അല്ല, ഇതുപോലെ ഞാൻ ശകലം മണ്ണ് മാറ്റി. ഇപ്പോൾ വേര് കാണാറാവും. ഈ വേരിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് ഒരു 5 ഗ്രാം കണക്കാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാക്കണ്ട ഇതാ ഇതുപോലെ വേരിൻ്റെ ഭാഗത്ത് ഇട്ടിട്ട് കുറച്ച് വേറെ മണ്ണെടുത്ത് കുറച്ചിങ്ങനെ ഇതുപോലെ മൂടി കൊടുക്കണം. അപ്പോൾ വേരിലോട്ട് പിടിച്ചോളൂ. അതുപോലെ എല്ലാ മൂട്ടിലും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 5 ഗ്രാം വീതം ഇട്ട് ഇങ്ങനെ മൂടി കൊടുക്കും. അപ്പോൾ ഇതിനല്ല അസുഖമൊന്നും പെട്ടെന്ന് ബാധിക്കില്ല. സുരക്ഷിതമായിട്ട് നിന്ന് ഇത് വളരും. ഇതാണ് ഇതിന് പറ്റിയ ഒരു മരുന്നാണിത്. ഇനി ഇത് വളർന്നങ്ങ് കയറിക്കോളും. ഇത് കണ്ട പാവയ്ക്ക കാച്ച് പറിക്കാറായി. കണ്ട, ഇതാ നോക്കുന്ന കവറിലിട്ട് കെട്ടിയിട്ടിരിക്കുന്നു. ടിന്നിലാക്കി
ഇതാ ഇവിടെ കണ്ടു ഇതാ കണ്ടോ രണ്ട് ഇതാ ചെറിയതാ അത് വരുന്നത് ഇതുപോലെ വരുമ്പോഴൊക്കെ നമ്മൾ ഇതിനെ മൂടിയിടണം. ഞാൻ അത് മൂടി ഇട്ടിരുന്നതാണ്, ഇപ്പം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കവർ മാറ്റിയതാണ്. ഇവിടെയൊക്കെ അങ്ങനെ നോക്കിയാണ് ഇത് അങ്ങനെ. അപ്പോൾ ഇത് കുറച്ച് അടർത്തിയെടുക്കാം. ഇത് ഏകദേശം ആയി. ഈ പാവയ്ക്കൊക്കെ ഇതുപോലെയാണ്. ഇതിൻ്റെ പുറത്തൊക്കെ വണ്ട് വന്നിരിക്കും. ഈ വണ്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ വണ്ടിനെ കിടന്ന് പിടിച്ച് കൊന്നു കളയണം. ഇതിൻ്റെ മൂട്ടിൽ ഇതുപോലെ എന്തെങ്കിലും വാട്ടം വരാതിരിക്കുക ഏത് ചെടിയായാലും നമ്മൾ നട്ടിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുപോലെ 5 ഗ്രാം സൂഡോമോണസ് അതിൻ്റെ മൂട്ടിലിട്ട് കൊടുത്താൽ നല്ല ഒരു മരുന്നാണ്. എല്ലാ കീടങ്ങളെയും നശിപ്പിച്ച് നന്നായിട്ട് തഴച്ച് വളരാൻ അത് സഹായിക്കും. ഇന്നത്തെ കറിക്കുള്ള 3-4 എണ്ണം അടർത്തി എടുക്കുക. 3 എണ്ണം മതിയാവും നമുക്ക് ഒരു കറിക്ക്. ഒരു സവാളയും കൂടെ ആകുമ്പോൾ അത് മതിയാവും. ഇനി വേറെ കാര്യം ചെയ്താലും വരും അങ്ങോട്ട് പോകും. ഇതെന്താണ് കണ്ട കൂമ്പ്. അപ്പോൾ ഇതും ഒരു കറിക്ക് ആവും. കറ കണ്ട അങ്ങനെ ഒരു കൂമ്പടർത്തി. തേനുണ്ടോ? തേൻ വൈകുന്നേരമാണ് സാധാരണ കൂമ്പിലൊക്കെ. ഉണ്ട് വൈകുന്നേരമാണ് സാധാരണ വരണത് തേൻ. പക്ഷെ ഇതിപ്പോൾ വിടർന്ന് നിന്നതുകൊണ്ട് എനിക്ക് തോന്നി തേനുണ്ട്. ചെയ്യുന്നത് എന്തെന്നറിയോ? ഒരു കൊല വെട്ടാൻ പോവുകയാണ്. ഇത്തിരി പാടുള്ള പരിപാടിയാണ്. വരും അത് ചെയ്യാം. ഇതാക്കണ്ട 2 കൊല അടുത്തടുത്ത് വിളഞ്ഞു നിൽക്കുന്നത്. അതിൽ 1 പഴുത്തു തുടങ്ങി. അത് വവ്വാലടിച്ചോണ്ട് പോണതിന് മുമ്പ് നമുക്കെടുക്കാം. നമ്മൾ പാട് വെട്ടുണ്ടാക്കിയൊക്കെ എടുത്തിട്ട് വവ്വാലടിച്ചോണ്ട് പോയാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും അല്ലേ? അതുകൊണ്ട് നമുക്കതിനെ വെട്ടിയെടുക്കാം. ഇച്ചിരി പാടുണ്ട് കേട്ടോ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരമുറിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ മാനത്തെ വനജ്യോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരമുറിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ ഓർമ്മ വരും. ശകുന്തളേ എന്തെങ്കിലും വച്ചേ ഇങ്ങോട്ട് പിടിച്ചിടണം. ഇല്ലെങ്കിൽ ചിലപ്പം ഈ മതിലിൻ്റെ അങ്ങ് അപ്പുറത്ത് പോകും. ഞാനൊരു തോട്ടം എടുത്തോണ്ട് വരട്ടെ. ഇങ്ങോട്ട് വലിച്ചിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. എന്താ ഒരു കൊല കൂടെ ഉണ്ട് അപ്പുറത്ത് കൂട്ടത്തിൽ. അതിലെ കൂമ്പ് ഞാൻ ഒടിച്ചതുമില്ല. ഒടിക്കാൻ ഞാൻ ആ കൊല കണ്ടില്ല. അത് പിന്നെയാണ് ഞാൻ ആ കൊല കണ്ടത്. അതുകൊണ്ട് എനിക്ക് അത് ഒടിക്കാൻ പറ്റിയില്ല. ഇപ്പം തന്നെ അങ്ങോട്ടാണ് നിൽക്കണം. എടുക്കാനും ഒരു പാടാവില്ല. കണ്ട കൂട്ടത്തിൽ ചീര കൂടെ ആയി. കണ്ട നാളത്തെ തോരന് ചീരയും എടുക്കാം. കൊല മുറിക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്.
അവ്വാനും കടിച്ചു തുടങ്ങി ഏകദേശം. ഒരു കൊല മുറിക്കണമെന്ന് പറയണതൊക്കെ ഒത്തിരി പാടുള്ള കാര്യമാണ്. ഇന്നത്തെ ഫുൾ എക്സസൈസ് എനിക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടി. ഇതുപോലെ നമ്മൾ കൃഷി ചെയ്ത് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഡെയിലി വ്യായാമം ഒന്നും ചെയ്യണ്ട. നമുക്ക് ആവശ്യമുള്ള എനർജി ഇതിൽ നിന്ന്. ഇതാണ് കൊല. ഏകദേശം അയ്യോ അണ്ണാൻ തിന്നു കേട്ടോ. എന്താ വെടിച്ചു തിന്നോ എല്ലാം അണ്ണാൻ തിന്നു. പക്ഷെ മധുര എണ്ണാനാണ് ബെസ്റ്റ്. മധുര എണ്ണാനാണ്. ഇതാകണ്ട നല്ല ഉരുണ്ട കായാണ്. ചെറിയ കായാണെങ്കിലും ഇതെല്ലാം ഔഷധിയാണ്. എന്തെന്ന് വെച്ചാൽ ഒരൊറ്റ വളം ഇതാകണ്ട മൂട് കാണുമ്പോൾ അറിയാം നിങ്ങൾക്കുണ്ടോ. വേറെ ഒരൊറ്റ വളം ഞാൻ ഇട്ടിട്ടില്ല. ചാരവും കരിയിലയും ഉണച്ചു കൊടുത്ത് വേസ്റ്റൊക്കെ കൊണ്ടിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് അടുക്കള വേസ്റ്റ് പോകും. അതാണ് അതിൻ്റെ ഫലമായിട്ട് ഒരു 5 കിലോ എങ്കിലും നമുക്ക് കിട്ടും. കണ്ട അത്രയായില്ലേ. കൊല വെട്ടാൻ വന്നത് കാരണം ഇപ്പം ചീരയും കൂടെ ആയി. ഇല്ലെങ്കിൽ ഇപ്പം ഈ ചീര ഞാൻ പറിക്കത്തില്ലായിരുന്നു. ഇപ്പം കൊല വെട്ടാൻ വന്നത് കാരണം ഇത്രയും കൊണ്ട വെട്ടേണ്ടി വന്നു. അതുകൊണ്ട് ചീര ഇത് ഈ ചീരയില എത്ര ദിവസം വേണമെന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. ഒന്നും ചെയ്യില്ല, വാടില്ല, പെട്ടെന്ന് വാടത്തേ ഇല്ല. ഇത് നമ്മൾ ഈ കമ്പോട് കൂടി താഴെ ഇട്ടുന്നാൽ തന്നെ അത് പെട്ടെന്ന് പട്ടു പോകത്തില്ല. നട്ടാൽ പെട്ടെന്ന് പൊടിക്കുകയും ചെയ്യും. ഈ ഒരു ചീരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറിക്ക് എന്ത് എളുപ്പമെന്ന് അറിയാം. ഓടി ഓടിച്ചെന്ന് ഈ പച്ചക്കറി വാങ്ങാനായിട്ടൊന്ന് ഓടിപ്പോകട്ടെ. എന്തെല്ലാം നോക്കി. ചക്കയുള്ള സമയത്താണെങ്കിൽ ചക്കക്കുരു ഇട്ട് വയ്ക്കണം. ഇല്ലെങ്കിൽ ഉഴുന്നും പരിപ്പ് ഇട്ട് കടുവറുത്ത് വയ്ക്കണം. അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരക്കറിയും കൂടെ നമുക്ക് ആവും. ഇവിടെ നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്. ഞാനത് 1-2 ആൾക്കാർക്ക് കൊടുത്തു, എൻ്റെ പരിചയക്കാർക്ക്. അവരൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് എന്തോ ഒരു ടേസ്റ്റാണെന്ന് പറയും എന്ന്. അവർ ചോദിച്ചു പിന്നെ ഉണ്ടെങ്കിൽ തരണേ. ഞാൻ മഴയായിട്ട് തീർത്തിട്ട് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ മഴയത്ത് കുറേ തീർത്ത് ഇനി അവർക്കൂടെ കുറച്ച് കൊണ്ട് കൊടുക്കണം. അപ്പം ചീരയുമായി ഇനിയും എടുത്ത് ഒത്തിരി ഉണ്ട്. പറക്കിയെടുക്കല്ല ഒത്തിരി ഉണ്ട്. പച്ചക്കറിയാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലും. പച്ചിലകളാണ്, പച്ചിലക്കറികൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് പച്ചക്കറിയിൽ നിന്ന് നമുക്ക് പോഷകങ്ങൾ കിട്ടും. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും പാഴാക്കി കളയാതെ കൊണ്ടുവയ്ക്കണം. ഇതൊക്കെ പൊടിപ്പിച്ചെടുക്കാൻ തന്നെ എന്ത് പാടിച്ചെടുത്തൊക്കെ അവർ നട്ട് എന്ത് കഷ്ടപ്പെട്ടാലും ഇത് പൊടിച്ച് കിട്ടില്ല. ഇതിപ്പോൾ നമ്മളൊന്നും അറിയില്ല. സൈഡിൽ നട്ടങ്ങനുണ്ട്. തനിയെ ഇവിടുത്തെ മണ്ണ് ഇത്തിരി ഇളക്കമുള്ളത് കൊണ്ട് തനിയെ അങ്ങ് പൊടിച്ച് കയറും. അങ്ങനെ 2 ദിവസത്തേക്കുള്ള ചീരയും ആയി. അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ സമയത്ത് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാനും എളുപ്പമാണ്. തളർന്ന് അവശയായി കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. 2-3 ദിവസത്തേക്കുള്ള കറിക്കുള്ള സാധനമായി. അല്ല, പാവയ്ക്കയും കൂമ്പും ചീരയും വാഴപ്പഴവും. ഇതിൽ നിന്ന് വേണമെങ്കിൽ കായെടുത്ത് മെഴുക്കുവരട്ടാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുണ്ട് വീഡിയോ. ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.